വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ തൻ്റെ ഭർത്താവിൻ്റെ ദീർഘായുസ്സിന് വേണ്ടിയും കുടുംബ ഐശ്വര്യത്തിന് വേണ്ടിയും വ്രതമെടുക്കാറുണ്ട്. എങ്ങനെയാണ് തിരുവാതിര വ്രതം എടുക്കേണ്ടത്? പണ്ടൊക്കെ എന്ന് പറയുന്നത് 28 നാൾ ആഘോഷിക്കാറുണ്ടായിരുന്നു. കാലാനുസൃതമായ വ്യത്യാസങ്ങൾ കൊണ്ട് ഇപ്പോൾ 2 ദിവസമായിട്ടാണ് ഇപ്പോൾ ആഘോഷിക്കാറുള്ളത്. എന്തൊക്കെയാണ് തിരുവാതിര വ്രതം എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? പാർവതി ദേവിയും മഹാദേവനും ഒരുമിച്ചുള്ള ക്ഷേത്രങ്ങളാണെങ്കിൽ അത് അത്രയും നന്ന്. അവിടെ പോയി മഹാദേവനെ ദർശിക്കുകയും ശിവായ മന്ത്രം ജപിക്കുകയും ഒക്കെ ചെയ്യുന്നത് തന്നെ ഉത്തമം. തിരുവാതിരക്കളി ഏത് സമയത്താണ് നടക്കുക? ഇല്ലത്തെ സ്ത്രീകൾ എല്ലാവരും കൂടെ കൂടി ചേർന്നിട്ട് ഗണപതി, സരസ്വതി, ഇഷ്ടദേവതാസ്തുതികൾ ഒക്കെ പാടി ഉറക്കം വിളയ്ക്കുന്നത് തിരുവാതിര കളിച്ചാണ് പണ്ടുള്ളവർ ഉറക്കം വിളയ്ക്കാറുള്ളത്. രാവിലെ രാത്രി മൊത്തം ഉറക്കം ഒഴിക്കാറുണ്ട്. സ്വന്തം പത്നിയുടെ വിയോഗത്തിലെ കുപിതനായ മഹാദേവൻ ദക്ഷനെ വധിക്കുകയും സതീദേവിയെ വീണ്ടും പത്നിയായി ലഭിക്കുവാനായിട്ട് തപസ്സനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ഭഗവാന്റെ ജന്മനാളായ തിരുവാതിര നാൾ വരെ തപസ്സനുഷ്ഠിച്ച് ഭഗവാനെ പൂജിച്ചു കൊള്ളുവാൻ പാർവതി ദേവിയോട് പറയുന്നുണ്ട്. വിവാഹം കഴിഞ്ഞാൽ ആദ്യത്തെ തിരുവാതിരയെ പുത്തൻ തിരുവാതിര എന്നും ഋതുമതികളായ കുട്ടികളുടെ ആദ്യത്തെ തിരുവാതിരയെ പൂത്തിരുവാതിര എന്നുമാണ് പറയാറുള്ളത്.